ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലണ്ടനിലെ രണ്ടാമത്തെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റായ കാനറി വോൾഫ് വരെ ഒന്ന് പോയാലോ? ലണ്ടൻ വിസിറ്റ് ചെയ്യുന്നവർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു പ്ലേസ് ആണിത്. ഞാനും എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ മുമ്പേ തന്നെ ഈ ഒരു സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാനറി വോൾഫ് ശരിക്കും ഒരു അത്ഭുത നഗരമാണ്. ലണ്ടനിന്റെ ഈസ്റ്റ് സൈഡിലാണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. ആകാശം മുട്ടുന്ന ഗ്ലാസ് കെട്ടിടങ്ങളിൽ ഒരുപാട് ഓഫീസുകളും അതുപോലെ ലോകോത്തര ബ്രാൻഡുകളും റെസ്റ്റോറന്റുകളും കഫേസും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. HSBC, ബാർക്ലേസ് അതുപോലെ സിറ്റി ഗ്രൂപ്പ് പോലുള്ള വേൾഡ് ബാങ്ക്സിന്റെ എല്ലാം ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഇവിടെയാണ്. അതുപോലെ ലോകത്തിന്റെ ഏതു കോണിലുള്ള ഫുഡ്സും നമുക്ക് ഇവിടെ വന്നാൽ ട്രൈ ചെയ്യാൻ പറ്റും. ഇന്ന് പൊതുവെ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു. കാനറി വോൾഫിന്റെ വേറൊരു അട്രാക്ഷനാണ് റൂഫ് ടോപ്പിലുള്ള ഈ ഒരു ഗാർഡൻ. കംപ്ലീറ്റ്ലി ഗ്ലാസ് റൂഫിംഗ് ആയതുകൊണ്ട് തന്നെ ഏതൊരു ക്ലൈമറ്റിലും ഇവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലണ്ടനിലെ ഏതൊരു നഗരത്തിനെ പോലെ തന്നെ കാനറി വോൾഫും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മെയിൻ റീസൺ ഇവിടുത്തെ റൂൾസ് ആണ്. ഓരോ റൂൾ വയലേഷനും വലിയ തുകയാണ് ഇവർ പിഴയായി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും അതിനെ വയലേറ്റ് ചെയ്യാൻ പൊതുവെ മുതിരാറില്ല. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളുടെ അടുത്ത പ്ലാൻ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യുക എന്നതായിരുന്നു. ലണ്ടനിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഡോക്ലാൻഡ് മ്യൂസിയം കാനറി വോൾഫിന് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പഴയ കാലത്തെ തിരക്കേറിയ ഒരു വലിയ തുറമുഖ നഗരങ്ങളിൽ ഒന്നായിരുന്നു ഇവിടം. അന്നത്തെ കാലത്തെ വ്യാപാരം, കപ്പലുകൾ അതുപോലെ ലേബേഴ്സിന്റെ ലൈഫ് എല്ലാം തന്നെ കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പഴയ കാലത്തെ അടിമ കച്ചവടത്തിന്റെ നേർചിത്രം വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം കാണുന്ന ഓരോരുത്തർക്കും അന്നത്തെ തൊഴിലാളികൾ അനുഭവിച്ച യാതനകൾ നേരിട്ട് ഫീൽ ചെയ്യാം. ഏകദേശം 1802 നിർമ്മിച്ച ഒരു വെയർഹൗസിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മോഡേൺ മെഷീൻസ് വരുന്നതിന് മുമ്പ് അവർ ഉപയോഗിച്ചിരുന്ന റോപ്സ് അതുപോലെ ഹൂക്സ്, പുള്ളി സിസ്റ്റം എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം യൂസാക്കിയാണ് അന്ന് അവരെ കപ്പലുകളിൽ നിന്നും ചരക്കുകൾ ബൈ ഹാൻഡ് ഇറക്കിയിരുന്നത്. അതിലൂടെ തന്നെ അവർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിരുന്നെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാം. അതുകൊണ്ട് തന്നെ ഈ ഉപകരണങ്ങളൊന്നും വെറും വസ്തുക്കൾ മാത്രമല്ല, അത് ലണ്ടൻ വ്യാപാര ചരിത്രത്തിന്റെ അടിത്തറയാണ്. അതുപോലെ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതവും വിയർപ്പും. അതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ മെഷീൻസിന് പിന്നിൽ മനുഷ്യശക്തിയിലും ലളിതമായ ഉപകരണങ്ങളിൽ ഒതുങ്ങുന്ന ഒരു ചരിത്രമുണ്ടെന്ന് ഈ ഡോക്ലാൻഡ് മ്യൂസിയം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് സമയം ആ ഒരു മ്യൂസിയത്തിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ സ്നേഹം മാത്രം.